വായനശാലകൾ നാട്ടിൻപുറങ്ങളിലെ അനൗദ്യോഗിക സർവകലാശാലകളെന്ന് മന്ത്രി വി.എൻ. വാസവൻ. വെളിയന്നൂർ ദേശാഭിമാനി വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പുതിയ ഇരുനില മന്ദിരവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ വിഭാഗത്തിലുള്ള അറിവുകൾ നൽകുന്ന ഗ്രന്ഥശാലകൾ നാട്ടിൻപുറങ്ങളിലെ അനൗദ്യോഗിക സർവകലാശാലകളാണെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. പരമറ്റം വെളിയന്നൂർ ദേശാഭിമാനി വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പുതിയ ഇരുനില മന്ദിരവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുമാരനാശാൻ മുതൽ മുരുകൻ കാട്ടാക്കട വരെയുള്ളവരുടെ കവിതകൾ ചൊല്ലിയും സദസ്സിനോട് അവാർഡ് നേടിയ വിവിധ പുസ്തകങ്ങളെക്കുറിച്ച് ചോദിച്ചും പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. മാണി സി കാപ്പൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. സമർപ്പിക്കപ്പെടുമ്പോൾ അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളാണ്. ഒരു നാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം കൂടിയാണ് ഈ വായനശാല എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുന്നത്. വായനശാല എന്ന് പറഞ്ഞാൽ ഒരു അനൗദ്യോഗിക സർവകലാശാലയാണ്. ഒരുപക്ഷെ കാലാകാലങ്ങളിൽ കലാലയ അന്തരീക്ഷങ്ങളിലോ മറ്റ് റിസർച്ച് സെൻ്ററുകളിലും ഒക്കെ പോയി പഠിക്കാൻ സൗകര്യമില്ലാത്തവർക്കും പഠിക്കുന്നവർക്കും നിശ്ചയമായും വായിക്കാനും വളരാനും അതുപോലെ തന്നെ അറിവിൻ്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും അവസരമൊരുക്കുന്ന അന്തരീക്ഷമാണ് ഒരു വായനശാല എന്നുണ്ടാകും. ഏറെ സന്തോഷമുണ്ട്. ഇതിലൊരു എം.എൽ.എ. അതിൻ്റെ പേരൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞല്ലോ. നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി തന്നെയാണ് എം.എൽ.എ. ആയത്. അതിലിങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഫോട്ടോ അനാച്ഛാദനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയും ഓഡിറ്റോറിയം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജെസീസ് ഷാജനും നടത്തി. ആദ്യകാല പ്രവർത്തകരെ എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഇരത്തോട്ട് ആദരിച്ചു. വിവിധ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരെ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഷാജി, എം.എസ്. സരീഷ് കുമാർ, സിനിമോൾ കാക്കശ്ശേരിൽ തുടങ്ങിയവർ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട്ട്, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബി ഹരികൃഷ്ണൻ, എസ് രാജീവ് സദാനന്ദൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കളായ അനിൽ രാധാകൃഷ്ണൻ, ഡോക്ടർ സജീവ് പള്ളത്ത്, ഡോക്ടർ മുഹമ്മദ് യൂസഫ് തുടങ്ങിയവരെ ആദരിച്ചു. ഐ4 ന്യൂസ്, പാല.